വളരെ മോശം ഒരു സിനിമ. കണ്ടിരുന്നത് തന്നെ ഒരു സാഹസമാണ്. ഓ എൻ്റെ പൊന്നപ്പ. സോങ് കൊള്ളാം. സോങ് ആ ഒരു പടത്തിലൊരു ഹൈലൈറ്റ് ആണ്. ആദ്യ പകുതി വരെ ഭയങ്കര ബോറിംഗ് ആയി. നമ്മൾ കിളി പറന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഹൈപ്പ് കൊടുത്ത് കാണിച്ചിട്ട് പുള്ളിയെ പിന്നീട് അവന്മാർ കോമാളി വേഷത്തിൽ ബാബു ആന്റണിയും കാണിച്ചിട്ടുണ്ട്. അവിയിൽ പരുവം പോലെ ആക്കി വെച്ചത് മാത്രമേ ബോറായിട്ടുള്ളൂ. പക്ഷേ നമുക്കൊരു സീനോ കാര്യങ്ങളോ ബോറടിക്കില്ല. ചുമ്മാ കണ്ട് ഒരു മൈൻഡ് ഫ്രീ ആയിട്ട് വന്ന് കണ്ടു പോകും, അത്രേ ഉള്ളൂ. യൂത്തിന് പറ്റിയ പടമാണ്. നമുക്കത് കോമഡി സീനും നമുക്കതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവും. വളരെ മോശം ഒരു സിനിമ. വളരെ മോശം. ഇത് കാണാനുള്ള ഒരു സാഹസം കാണിച്ചു കളഞ്ഞു. ഇത് കണ്ടില്ലേ, അത് തന്നെ ഒരു സാഹസമായിപ്പോയി. ഓ ദയനീയമായി. വളരെ മോശം പടം. എന്താ ഫസ്റ്റ് ഹാഫ് ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊന്നും ഞാൻ പറയില്ല. മോശം പടം. ഓ കണ്ടിരിക്കുന്നത് തന്നെ സാഹസമെന്ന് ഞാൻ പറഞ്ഞില്ലേ. കണ്ടിരുന്നത് തന്നെ ഒരു സാഹസമാണ്. ഓ എൻ്റെ പൊന്നപ്പ. കുഴപ്പമില്ല, എല്ലാവരും ഓവറോൾ പെർഫോമൻസ് കൊള്ളാം. നല്ല പടം. സോങ് അടിപൊളി. ബ്രോ കൊള്ളാം ബ്രോ. നല്ല രസമുള്ള നല്ല കോമഡിയൊക്കെ ഉള്ള മൂവിയാണ്. നമുക്ക് ഒന്ന് രണ്ടോട്ടം കാണാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അതിലുണ്ട്. പിന്നെ യൂത്തിനല്ലേ മെയിൻ സംഭവം, കാണാൻ എല്ലാം ഉണ്ട്. ബ്രോ പടം കൊള്ളാം, നല്ല രസമാണ്. റംസാനും കോമ്പറ്റീഷനൊക്കെ നല്ല ഇതാണ്. പിന്നെ ഫൈറ്റ് സീൻസൊക്കെ ഇത്രയും നൈസാണ്. ത്രില്ലർ മൂവിയാണ്, കണ്ടുകൊണ്ടിരിക്കുക. പെർഫോമൻസ് എല്ലാവരും നല്ല നൈസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കൊള്ളാം. സോങ് കൊള്ളാം. സോങ് ആ ഒരു പടത്തിലൊരു ഹൈലൈറ്റ് ആണ്. ആ യൂത്തിന് പറ്റിയ പടം തന്നെയാണ്. ജീവയുടെ അഭിനയം എടുത്തു തന്നെ പറയണം. ജീവ തൂക്കി. ഈ പടം ജീവ കുറച്ച് സീനുകൾ കൂടി, ഇപ്പോൾ ഒരു 10-12 സീന്. ജീവ ആ സീന് ഒരു എൻട്രിയൊക്കെ ഒരു ലംബോർഗിനിയിൽ എൻട്രിയൊക്കെ ഉണ്ട്. അതൊക്കെ കിട്ടിയ സാധനം. ജീവ സാഹസം തൂക്കി തന്നെ പറയണം. പാട്ട് അവസാനമാണ് പറഞ്ഞത്, പക്ഷേ നല്ല വൈബ് സാധനമാണ്. അപ്പം എല്ലാവരും ഒന്ന് കാണാൻ പറ്റിയ പടമാണ്. കാരണം ഒരു ബോറടി ഇല്ല, നമുക്ക് കണ്ടോണ്ടിരിക്കാം. ബാക്കി പടങ്ങളെ കാണുമ്പോൾ ഒരു ബോറടിയൊക്കെ തോന്നും. ഇത് ബോറടി ഇല്ല, എൻഗേജിങ് ആണ്, കണ്ടോണ്ടിരിക്കും. യൂത്തിന് പറ്റിയ പടമാണ്. നമുക്കത് കോമഡി സീനും നമുക്കതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവും. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ, വേറെ അങ്ങനെ പറയില്ല. കോമഡിയാണ്, കണ്ടോണ്ടിരിക്കാം. കൊള്ളാം, നല്ല പടം. ഏറ്റവും എല്ലാവരുടെ അഭിനയം, എല്ലാവരുടെ കോമഡി, എല്ലാവരുടെ എക്സ്പ്രഷൻ കൊള്ളാം, എല്ലാം കൊള്ളാം. യൂത്തിന് പടമാണ്. സിനിമ അതായത് ഒരു ആവേശം ടൈപ്പ് അങ്ങനെ ഒന്ന് നോക്കിയിട്ട് അല്ലാതെ നോക്കുമ്പോൾ ഒരു സാധാരണ ക്യാമ്പസ് പടം ആ ഒരു റേഞ്ചിൽ വന്നതാണ്. പക്ഷേ ഒരു എല്ലാം കൂടെ ഉള്ള എൻ്റർടൈൻമെൻറ്റ് രീതിയിലൊക്കെ ഉള്ള ഒരു ആവറേജ് രീതിയിൽ കാണാൻ പറ്റിയൊരു പടം തന്നെയാണ്. അതായത് ബോറടിക്കാനോ മോശമെന്ന് പറയണോ മാത്രമൊന്നുമില്ല. എസ്പെഷ്യലി സുമതി വളവിനേക്കാൾ നല്ലൊരു പടം തന്നെയാണ്. അതൊക്കെ പോസിറ്റീവ് എങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ആ പടമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വേറെ ലെവലെന്ന് വേണം പറയാം. അല്ലാതെ നോക്കുമ്പോൾ ഒരു ബോറടിക്കാതെ കാണാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. അവിടെയൊക്കെ പൊളിയാണ്. ജീവയൊക്കെ കിടില സാഗും കാര്യങ്ങളൊക്കെ എടുത്ത് റംസാനാണെങ്കിലും ഗൗരി ആണെങ്കിലും എല്ലാം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പടത്തിൽ നമുക്ക് ബോറായിട്ട് തോന്നിച്ചാൽ ഒരു അവിയിൽ പരുവം പോലെ ആക്കി വെച്ചത് മാത്രമേ ബോറായിട്ടുള്ളൂ. പക്ഷേ നമുക്കൊരു സീനോ കാര്യങ്ങളോ ബോറടിക്കില്ല. ചുമ്മാ കണ്ട് ഒരു മൈൻഡ് ഫ്രീ ആയിട്ട് വന്ന് കണ്ടു പോകും, അത്രേ ഉള്ളൂ. ഭയങ്കരമായിട്ട് എടുത്ത് പറയാൻ മാത്രം ഒന്നുമില്ല. മൊത്തത്തിലൊരു പ്രത്യേകിച്ച് എനിക്ക് നല്ലതായിട്ട് പറയാൻ തോന്നുന്നില്ല. ആദ്യ പകുതി വരെ ഭയങ്കര ബോറിംഗ് ആയി. നമ്മൾ കിളി പറന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എല്ലാവരും ഒരു എന്താണ് ഈ കഥ എന്ന് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ സെക്കൻഡ് ഹാഫാണ് പിന്നെയും കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ സ്റ്റൺസും പിന്നെ അതിൻ്റെ സ്റ്റണ്ടിൻ്റെ സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത് നന്നായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റണ്ട് വരും. ആ സമയത്ത് മാത്രം ഒരു സിനിമയുടെ ഒരു രസമായിട്ട് തോന്നി. അല്ലാതെ മൊത്തത്തിൽ എനിക്ക് ബിലോ അവറേജ് ആയിട്ടാണ് തോന്നിയത്. എന്ന് പറയുമ്പോൾ നമുക്ക് കണക്റ്റ് ആവില്ല സിനിമയുടെ കഥ. ഭയങ്കരമായിട്ട് പല കാര്യങ്ങളിങ്ങനെ മിക്സ് ചെയ്ത് കാണിക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും കഥ. പിന്നെ ആകെ എനിക്ക് ഇഷ്ടപ്പെട്ടതിൽ സ്റ്റണ്ട് സീനും പിന്നെ ആ സമയത്ത് കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത് മാത്രമേ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ആദ്യ പകുതി വരെ ഭയങ്കരമായിട്ട് നമുക്കങ്ങ് ബോറടിക്കും. നമുക്ക് സഹിച്ചിരിക്കാൻ പറ്റില്ല, ഇറങ്ങിപ്പോയാൽ എന്നൊക്കെ തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല. ഈ കഥയങ്ങ് നമുക്കങ്ങ് കണക്റ്റ് ആവും. ഒരു ആവറേജ് സിനിമയെന്ന് പറയാൻ പറ്റും. അഭിനയം മലയാളത്തിലെ കുറേ പുതുമുഖ താരങ്ങൾ അതിൽ കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് റംസാന് കിട്ടിയ ഏറ്റവും നല്ലൊരു വേഷം എന്ന് പറയാം. പിന്നെ കുറേ ശബരീഷ് വർമ്മ, ബാബു ആൻ്റണി, പിന്നെ നരേനെ ഒരു കോമാളി വേഷം കെട്ടിച്ച് കാണിച്ചാണ്. പിന്നെ ബാബു ആൻ്റണിയെ തുടക്കത്തിൽ ഭയങ്കര ഒരു ഹൈപ്പ് കൊടുത്ത് കാണിച്ചിട്ട് പുള്ളിയെ പിന്നീട് അവന്മാർ കോമാളി വേഷത്തിൽ ബാബു ആൻ്റണിയും കാണിച്ചിട്ടുണ്ട്. ആകെ സിനിമയിൽ നല്ലതായിട്ട് തന്നെ എൻ്റെ സ്റ്റണ്ട് സീന് മാത്രമേ എനിക്ക് നല്ലതായിട്ട് തോന്നിയുള്ളൂ. പിന്നെ കുറേ മലയാളത്തിലെ കുറേ താരങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ വന്നു പോകുന്നു എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല.